നമസ്കാരം. മലയാളി സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും തിരുവോണം ആഘോഷിക്കുന്ന ഇന്ന് സംസ്ഥാനത്ത് പരിക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടിയന്തര മുന്നറിയിപ്പ്. തിരുവോണ നാളായ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ പരക്കെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന പ്രവചനത്തെ തുടർന്ന് സംസ്ഥാനത്തെ 6 ജില്ലകളിലാണ് ഇനി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തമാകുന്നതാണ് പെട്ടെന്ന് മഴ സജീവമാകുവാൻ കാരണമായിരിക്കുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി ഈ ജില്ലകളിലെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. തുടർച്ചയായ മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലകളിൽ സർക്കാർ സുരക്ഷ കടുപ്പിച്ചു. വിനോദസഞ്ചാര വകുപ്പിനും അതത് ജില്ലകളിലെ ജില്ലാ ടൂറിസം പ്രൊമോഷണൽ കൌൺസിലുകൾക്കും സർക്കാർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് കൈമാറിയിരിക്കുന്നത്. ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിലും മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമീപ ജില്ലകളിലെ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനാണ് നിർദ്ദേശം. ഔദ്യോഗികമായി ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരും. പ്രധാനമായും ഓണാവധി പ്രമാണിച്ച് വൻതോതിൽ സഞ്ചാരികൾ എത്തുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ശക്തമായ കാറ്റും മഴയും നിലനിൽക്കുന്നതിനാൽ സാഹസിക വിനോദങ്ങൾ, മലയോര ട്രക്കിങ്ങുകൾ, ജലാശയങ്ങളിലൂടെയുള്ള ബോട്ട് യാത്രകൾ എന്നിവ പൂർണ്ണമായും നിർത്തിവെക്കുവാൻ സാധ്യതയുണ്ട്. ഒഴുക്കുള്ള ജലാശയങ്ങളിലേക്ക് ഇറങ്ങാനോ സെൽഫി എടുക്കുവാനോ ആരെയും അനുവദിക്കില്ലെന്ന് DTPC അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മഴ അവസാനിക്കുന്നതുവരെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാൻ സാധ്യതയുള്ള മലയോര മേഖലകളിലേക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലകളിലേക്കുള്ള പ്രധാന റോഡുകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള കൃത്യമായ ഇടങ്ങൾ അടയാളപ്പെടുത്തി അടിയന്തരമായി സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനും പോലീസിനും നിർദ്ദേശം നൽകി. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭ്യർത്ഥന. മറ്റൊരു പ്രധാന കാര്യം, ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ധാരാളം സഞ്ചാരികൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഇത്തരം സുരക്ഷാ മുന്നറിയിപ്പുകൾ ഈ വിദേശ മലയാളി ഇതര സഞ്ചാരികളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ടൂറിസം ഓപ്പറേറ്റർമാരും ഹോട്ടൽ ഉടമകളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ സഞ്ചാരികൾ മലയോരങ്ങളിലോ വനമേഖലകളിലോ ഒറ്റപ്പെട്ടു പോവുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ അടിയന്തരമായി ബന്ധപ്പെടേണ്ട ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ടൂറിസ്റ്റുകൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കും. ഇതിനായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂമുകൾ സജ്ജമാക്കുവാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ പോലെ തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട മറ്റൊരു മേഖല കേരളത്തിന്റെ തീരദേശമാണ്. നിലവിൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ കടൽ അതീവ പ്രക്ഷുബ്ധമാകുവാൻ സാധ്യതയുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ട്. തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായി കാറ്റടിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ കടലിൽ പോകരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും കടുത്ത ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീരദേശങ്ങളിലെ കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത കടൽ തീരങ്ങളിലേക്ക് ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആരും പോകരുതെന്നും വിനോദസഞ്ചാരികൾ ബീച്ചുകളിൽ ഇറങ്ങുന്നത് തടയുവാൻ കോസ്റ്റൽ പോലീസിന് ചുമതല നൽകിയിട്ടുണ്ട് എന്നും അറിയിപ്പിൽ പറയുന്നു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ തത്സമയ നിയന്ത്രണങ്ങൾ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴി നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കാനും പോലീസ് ദുരന്ത നിവാരണ ഫയർഫോഴ്സ് കൺട്രോൾ റൂമുകളിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറാനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തിരുവോണ നാളിൽ 6 ജില്ലകളാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വെള്ളച്ചാട്ടങ്ങൾ, ഹൈറേഞ്ചുകൾ, ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഉള്ളത്. മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ കടലിലും ഇറങ്ങരുത്.